ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എത്രയും പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 4 ചെറിയുള്ളി ഒരു വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒരു സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ച് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആ ചെറിയുള്ളി അരിഞ്ഞത് ഒരു വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി അത് ചുമന്ന് വരുമ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് ആ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 മുട്ട കൊണ്ടാണ് ഇന്ന് കറി വെക്കുന്നത്. ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം മുട്ട പുഴുങ്ങിയെടുത്ത് പിന്നെ അതൊന്ന് തൊലി കളഞ്ഞ് ഇങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കറി റെഡിയാക്കാൻ വേണ്ടി നമുക്ക് രാവിലെയൊക്കെ ധൃതിയാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും കീറിയിട്ട് കൊടുത്ത്, ഇവിടെ എരി കുറവായതുകൊണ്ട് ഒരു മുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് അവനവൻ്റെ ആവശ്യത്തിൽ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് അടച്ചു വെച്ച് നന്നായി തിളച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് അരതി കൊടുത്ത് പിന്നെ ആ 4 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുത്ത് 4 മുട്ടയും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 4 മുട്ട അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. വെന്ത് കിട്ടുമ്പോൾ ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഈ കറിക്ക്. ഇങ്ങനെയൊന്ന് കറി ഉണ്ടാക്കി നോക്കി ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓരോ മുട്ടയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ മുട്ട ഒഴിച്ചിരുന്ന പാത്രം അതിൽ നിന്ന് തന്നെ കുറച്ച് കറി എടുത്ത് കയറ്റി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതാ ഓരോ മുട്ടയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, ഓരോ മുട്ട ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. 4 മുട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ധൃതിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.